5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ചേട്ടാ, ആ ചീഫ് എഞ്ചിനീയറുടെ പ്രശ്നം എന്താ? അവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളെ പറ്റി ആലോചിച്ചാ അതിനെല്ലാം കാരണക്കാരി ആ ചീഫ് എഞ്ചിനീയറാ. ഇപ്പോഴും ശ്രേയെ പറ്റിയുള്ള സത്യങ്ങള് എന്നോട് പറയാൻ തോന്നുന്നില്ലേ അക്കുച്ചേട്ടാ? അക്കുച്ചേട്ടാ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ആര് എങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു മനസ്സിലാവുന്നില്ല കക്കൂത്തി. ശ്രേയ എന്തിനാ അരവിന്ദേട്ടനെ ജാമ്യത്തിലെടുത്തത്? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നത് അരവിന്ദേട്ടനെ കൊണ്ട് നമ്മുടെ ഈ കുടുംബത്തിന്റെയും സമാധാനം ഇല്ലാതാക്കാനാ ശ്രേയ ശ്രമിക്കുന്നതെന്നാ. അതുകൊണ്ട് ശ്രേയക്ക് എന്താ ഗുണം എന്നാ? ശരിയല്ല കുച്ചേട്ടാ? അതെ. അരവിന്ദേട്ടൻ പോയി ഓഫീസ് തല്ലി തകർത്തു. അത് ശ്രേയക്ക് അറിയാൻ ചെയ്യാം. എന്നിട്ടും അരവിന്ദേട്ടനെ ജാമ്യത്തിലെടുക്കണമെങ്കിൽ ശ്രേയയുടെ ദേഷ്യവും പകയും അക്കുച്ചേട്ടനോടാ. അതെന്താണെന്നാ മനസ്സിലാവാത്തത്? ആ വിഷയം വിട്, നടന്നത് നടന്നു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അക്കുച്ചേട്ടാ, നടന്നത് എന്താണെന്ന് പറഞ്ഞാലേ ഇനി നടക്കാൻ പോകുന്ന എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴത്തെ കാര്യ പറഞ്ഞത്. അക്കുച്ചേട്ടന് എന്ത് തോന്നുന്നു? അരവിന്ദേട്ടൻ വെറുതെ വന്നതല്ല. അച്ഛന്റെ മുന്നിൽ ഇത്രയും ധൈര്യത്തോടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചു തന്നെ. നമ്മൾ ഇനി എന്ത് ചെയ്യും അക്കുച്ചേട്ടാ? അവൻ എന്ത് പറഞ്ഞാലും ചെയ്താലും കാണാത്ത പോലെ ഇരിക്കണം. അക്കുച്ചേട്ടൻ പറയുന്ന പോലെ അല്ല. അരവിന്ദേട്ടൻ ബാലമാമനോട് ഏത് രീതിയിലാ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കും. ആ ഒരു പേടി എനിക്കുണ്ട് കാക്കൂത്തി. അച്ഛൻ അരവിന്ദേട്ടനെ ആലോചിച്ച് ടെൻഷനിലായിരിക്കും. അച്ഛനിത് എങ്ങോട്ട് പോയി? തലവരയ്ക്കൊരു തിളക്കം വെച്ച പൊക്കിടച്ച സൗഭാഗ്യം. ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. അനുഭവിക്കട മച്ചാനെ, എന്നെ അനുസരിക്കട മക്കാനെ. നല്ല സ്നേഹത്തിലാണല്ലോ. അമ്മയെ പറ്റി പാടാം. അമ്മ മനസ്സ് തങ്ക മനസ്സ്, മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അവിടെ ഒന്ന് ഇടിച്ച് രണ്ടും കൂടി ആപ്പിൾ മുഴുവനും തിന്ന് തീർക്കൂ. എങ്ങനെയെങ്കിലും ഒരെണ്ണം കൈക്കലാക്കണം. അളിയോ വല്യളിയാ, ആപ്പിളയുടെ കീപ് ഡോക്ടർ എവേ എന്നൊരു ചൊല്ലുണ്ട്. അത് സത്യമാണോന്നറിയാനാ. വലിയ ഡോക്ടറെ അടുത്ത് പോണ്ടെങ്കി മിണ്ടാതെ പോ. അളിയന്റെ തലവര തെളിഞ്ഞു. ഇനി രാജയോഗമല്ലേ രാജയോഗം. അയ്യോ, അളിയൻ പാടിയ പാട്ടേ കറക്റ്റ്. അതെനിക്കറിയാം. അളിയനെ പോവാൻ നോക്ക്. രമേശേട്ടാ, രമേശേട്ടാ ഇങ്ങോട്ട് വന്നേ. എന്താ അവിടെ എന്താ സംസാരം? പോയി എന്തെങ്കിലും പണിയെടുത്തേ. ഞാൻ എന്ത് പണിയെടുക്കാനാ ചൂട്ടി? നാണമില്ലേ രമേശേട്ടാ? നാണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുവാ ചൂട്ടി. ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരിക്കെ. എന്റെ പ്രിയ കൂടപ്പിറപ്പുകളെ, ഇങ്ങ് വന്നേ, വാ. അനു, നിന്നോടും കൂടെ പറഞ്ഞത്. ഞാനേ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കാം. നിനക്കൊക്കെ എന്നെ കാണുമ്പോ എന്താടി ഒരു ബാഡ് റിയാക്ഷൻ? ഞങ്ങള് വല്യേട്ടനെ ശല്യപ്പെടുത്താൻ വന്നില്ലല്ലോ. അതാ ചോദിച്ചത്. ഞാനിവിടെ കിടന്ന് പാട്ട് പാടിയപ്പോ
നീ ഒന്നും അറിയാത്ത പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവളാണെങ്കിൽ അടുക്കളയിൽ ജോലി തിരക്കുണ്ടെന്ന് കാണിക്കുന്നു. അല്ലാത്ത പടികളെ കയറാത്തവളാ. ഞാനിവിടെ വന്നിട്ട് എന്നോട് സംസാരിക്കാൻ തോന്നിയില്ലല്ലോ രണ്ടിനും. എടി എന്റെ മോൻ ചോദിച്ചത് കേട്ടില്ലേ? മറുപടി പറയടി അങ്ങോട്ട്. അമ്മേ ഇത്തിരി സമാധാനം തരുമോ? അപ്പൊ നിനക്ക് അമ്മയോട് സംസാരിക്കാൻ അറിയാം. ഞാൻ ചോദിച്ചതിന് മറുപടി ഇല്ലാത്ത വല്ലളിയാ, ഇവരോട് സംസാരിച്ച് വായില് വെള്ളം വറ്റിക്കാതെ അപ്പച്ചിയുടെ മടി കിടന്ന് പാട്ടുപാട്. അമ്മ മനസ്സ് തങ്ക രമേശേട്ടാ, അളിയൻ പാടിയത് നല്ല പാട്ടായിരുന്നു എന്ന് പറയായിരുന്നു ചൂട്ടി. അളിയൻ ഒരു നല്ല പാട്ടുകാരനായിരുന്നു, എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അളിയന്റെ കോംപ്ലിമെന്റിന് ഇന്നാ ഒരു കഷ്ണം ആപ്പിൾ. ഓ, കുറെ നാള് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എന്നെ കണ്ടപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ ഇത്ര നാളെ എവിടെയായിരുന്നു, സുഖമായിരുന്നോ എന്നൊക്കെ ചോദിക്കാമായിരുന്നല്ലോ. ചോദിച്ചില്ല. ആ അത് ശരിയാളിയാ. രമേശേട്ടാ മിണ്ടാതിരിക്കും. എടി അശ്വതി, അനു കൊച്ചാണെന്ന് വിചാരിക്കാം. നിനക്കിതൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവരം ഇല്ലേ? അമ്മ എനിക്ക് ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട്. അതില്ലാത്തവരോട് പോയി ചോദിക്കും. നീ ഇത് എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്? രണ്ടെണ്ണത്തിനും മനസ്സിൽ എനിക്കറിയാം. അളിയാ പതുക്കെ. ഓക്കെ അളിയാ, ഓക്കെ. സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യാം. നിന്റെയൊക്കെ മനസ്സില് ഞാൻ വില്ലനാ, ആകാശാണ് ഹീറോ. സമ്മതിച്ചു, ഞാനേ വില്ലനാ. സത്യം പറയുന്ന അളിയന്റെ ഈ മനസ്സുണ്ടല്ലോ, അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല ചൂട്ടി. ഞാൻ എന്തിനളിയാ നുണ പറയുന്നേ? എന്നെ എതിർക്കുന്നവർക്ക് ഞാൻ വില്ലനാ. എന്നോട് സ്നേഹം കാണിക്കുന്നവർക്ക് ഞാൻ ഹീറോയാ, ഹീറോ. ശരിയല്ലേ അമ്മേ? പിന്നെ അല്ലേ എന്റെ പൊന്നുമോൻ അമ്മയ്ക്ക് ഹീറോടാ. നിങ്ങൾക്ക് ഞാൻ വില്ലനായിരിക്കണോ ഹീറോ ആയിരിക്കണോന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ഡാ അരവിന്ദേ, പഞ്ച് ഡയലോഗ് ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. നീ ചെയ്ത കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഈ ജീവിതകാലം മറക്കാൻ പറ്റില്ല. ഞാനെന്ത് ചെയ്തു നീ പറഞ്ഞു വരുന്നേ? ചാരുവിനെ കല്യാണം കഴിക്കാതെ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടിയത് എന്തിനായിരുന്നു? ആകാശ ചാരുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലല്ലോ നീ ഓടിപ്പോയത്. അച്ഛനെയും ഈ തറവാടിനെ നാണം കെടുത്താനല്ലേ നീ അങ്ങനെ ചെയ്തത്? ഇത്രയെല്ലാം ചെയ്തു കൂട്ടിയിട്ട് വീണ്ടും കയറി വന്നിരിക്കുന്നു. ഡേ അമ്മേ, ഇവളെ ഇവിടെ നിന്ന് കെട്ടിച്ചുവിട്ടല്ലേ? എന്നിട്ടും ഇവളിവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഈ വീടിന്റെ അവകാശമായി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന്. അളിയോ, എന്താ വല്ലളിയാ? രാത്രി ഭാര്യയോട് ഇതുപോലെ കാല് മസാജ് ചെയ്യുമ്പോ പറഞ്ഞു കൊടുക്കണം, അരവിന്ദിനോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന്. അത് ഞാൻ പറഞ്ഞോളാം വല്ലളിയാ. എന്താടിയനു നീ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ? ഞാൻ നിന്റെ ചേട്ടനല്ലേ, ചേട്ടൻ. അതെനിക്കറിയാം. അത് ഓർക്കുമ്പോ എനിക്ക് നാണക്കേടാ. ചേട്ടാന്ന് വിളിക്കുമ്പോ എന്റെ നാക്ക് ചൊറിയാ. അനു